ഹലോ, എല്ലാവർക്കും നമ്മുടെ ദിശ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരാഴ്ചത്തെ ഹെയർ കെയർ റുട്ടീനാണ്. അപ്പോൾ ഞാൻ ഒരാഴ്ച എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറേ മുന്നേ എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് നമ്മുടെ ഹെയർ കെയർ റുട്ടീനും ചെറിയ രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ഹെയർ കെയർ റുട്ടീനും ചെറുതായിട്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരാഴ്ചത്തല്ല ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ കെയർ റുട്ടീനാണ്. എനിക്ക് ഒരുപാട് റിസൾട്ട് തന്ന, ഒരുപാട് ചേഞ്ചസ് തന്ന ഒരു ഹെയർ കെയർ റുട്ടീനാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീനിൽ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഡേ 1 മുതൽ ഡേ 7 വരെയുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഡേ 1 ഞാൻ ചെയ്യുന്നത് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കി, വലിയ വ്യത്യാസമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഒരുപാട് ഹെയർ ഓയിൽസിൻ്റെ പ്രിപ്പറേഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ മിക്കവാറും ഒരുപാട് കോമൺ ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്. അപ്പം ഓരോ തവണ ഞാൻ ഓയിൽ ഉണ്ടാക്കുമ്പോഴും ചെറിയ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് വരുത്താറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഓയിലിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറയാം, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഓയിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഇതിൽ ഫസ്റ്റ് ഞാൻ മെയിനായിട്ട് ചേർത്തിട്ടുള്ളത് ചെമ്പരത്തി പൂവാണ്. ഇല യൂസ് ചെയ്തിട്ടില്ല, പൂവ് മാത്രം. ഓക്കെ, ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ഏകദേശം ഒരു 2 കൈപ്പിടിയോളം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ചെമ്പരത്തിയുടെ പൂവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നെല്ലിക്കയാണ്. അത് പച്ച നെല്ലിക്ക എടുത്തിട്ട് അത് കുരു കളഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കും. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് പിഴിഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് കറിവേപ്പില. ഇത് ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതിൻ്റെ നീരിങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ വെള്ളമൊക്കെ ചേർക്കേണ്ടി വരും. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കറിവേപ്പില ഒന്ന് ചതച്ചിട്ട് എടുക്കുക. പിന്നെ ചേർത്തിട്ടുള്ളത് ഉലുവാപ്പൊടി. അതും ഒരു ബൗള്, ഒരു ചെറിയ ഒരു ബൗള് ഉലുവ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാടങ്ങ് പൗഡർ പോലല്ല, ചെറുതായിട്ട് നമ്മളിങ്ങനെ ക്രഷ് ചെയ്തെടുക്കില്ല, ആ ഒരു രീതിയിൽ ചെറുതായിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്നൊരു അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ തുളസിയില, അത് ഒരു കൈപ്പിടി തുളസിയില എടുത്തിട്ട് അതും ഒന്ന് ചതച്ചിട്ട് എടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ചെമ്പരത്തി പൂവ്, നെല്ലിക്ക, കറിവേപ്പില, തുളസിയില, ഉലുവ. ഈ 5 സാധനങ്ങളാണ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സെയിം അതേ പ്രോസസ്സിൽ തന്നെ ഇത് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഓയിലാണ്. മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ലപോലെ വളരാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു സൂപ്പർ ഓയിലാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഡേ 1 ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് ആക്കിയിട്ട് അങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഈ ക്യാപ്പ്, ഇങ്ങനെ കോമ്പിൻ്റെ ടൈപ്പിലുള്ള ക്യാപ്പുള്ള ബോട്ടിൽസ് നമുക്ക് മേടിക്കാൻ കിട്ടും, ഓൺലൈനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെടുത്തിട്ട് ഇങ്ങനെ കോമ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളതിങ്ങനെ സ്കാൽപ്പിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ വെച്ചിട്ട് ഓരോ സെക്ഷനാക്കി എടുത്ത് മാറ്റിയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്താലും മതി. ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാനൊരു 1 അവർ ആ ഓയിൽ എൻ്റെ തലയിൽ തന്നെ വെച്ചിരിക്കും. ഓക്കെ, 1 അവറിന് ശേഷം ഞാനിതൊരു നാച്ചുറൽ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യും. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ഷാമ്പൂവിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഷാമ്പൂ ആണ്. അതുപോലെ തന്നെ നമുക്കിത് ഹെയർ പാക്കായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിത് മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്.
ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാനിതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ട്, 1 ടേബിൾ സ്പൂൺ തന്നെ മതി നമുക്ക് ജസ്റ്റ് മുടി കഴുകാനാണെങ്കിൽ. ഓക്കെ, അപ്പോൾ 1 ടേബിൾ സ്പൂൺ പൗഡർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യും. വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ചിലപ്പോൾ വെള്ളം എടുക്കാറുണ്ട്, ചിലപ്പോൾ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. ഇതൊരു 20 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പോയി മിക്സ് ചെയ്ത് വെക്കുക. 1 അവർ എന്തായാലും നമ്മളിത് ഓയിൽ തലയിൽ വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഇതിലുള്ള ഗുണങ്ങളെല്ലാം ഇറങ്ങി ഇത് കുറച്ചുകൂടെ ഒന്ന് ഒരു നല്ലൊരു കൊഴുകൊഴുത്ത ആ ഒരു രീതിയിലേക്ക് വരും. ആ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കാണുമ്പോൾ അറിയാലോ. എന്നിട്ട് ഇതൊരു അരിപ്പ യൂസ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഓക്കെ, ഷാമ്പൂ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് തലയിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ഓക്കെ, 5 മിനിറ്റിന് വെച്ചിട്ട് നമുക്കിത് വെറുതെ വെള്ളത്തിൽ കഴുകി കളയാം. നമ്മൾ പിന്നെ വലിയ തിക്കായിട്ട് ഇത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ലൂസായിട്ട് ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ തരിയോ ഒന്നും കാണത്തില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കഴുകി കളയുകയും ചെയ്യാം. പിന്നെ ഇത് നന്നായിട്ട് ഓയിൽ കളയും കേട്ടോ. നിങ്ങൾ സാധാരണ ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഓയിൽ ഇട്ടാലും ആ ഓയിൽ നന്നായിട്ട് പോവും. എന്നാൽ അങ്ങോട്ട് മുടി അധികം ഡ്രൈ ആവത്തുമില്ല. മുടിക്ക് നല്ല തിളക്കവും കിട്ടും. നല്ല അടിപൊളി ഒരു ഷാമ്പു ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സൂപ്പർ സാധനമാണ്. അതുപോലെ തന്നെ മുടി വളർച്ചയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുടിയുടെ ഒരു ടെക്സ്ചർ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത്രയും നല്ലൊരു ഷാമ്പു ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഡേ 1 ചെയ്യുന്നത്. ഓയിൽ അപ്ലൈ ചെയ്യും, നാച്ചുറൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യും. ഇതാണ് എൻ്റെ ഡേ 1 ഹെയർ കെയർ. ഡേ 2 ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നില്ല, വെറുതെ ഹെയർ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. ജസ്റ്റ് ഹെയർ കോംബ് ചെയ്ത് നന്നായിട്ട് ബ്രൈഡ് ചെയ്തിടും. ഓക്കെ, നമ്മൾ മുടി ഏറ്റവും നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരു രീതി മുടി ചീകി ഒതുക്കി ബ്രൈഡ് ചെയ്തിടുക എന്നുള്ളതാണ്. ചിലർക്ക് ബ്രൈഡ് ചെയ്തിടുന്നത് അത്ര ഇഷ്ടമല്ല, മുടി ഇങ്ങനെ ചുരുണ്ട് പോകുമെന്നൊക്കെ വിചാരിച്ചിട്ട്. അത് നമ്മൾ എന്തായാലും കുളിക്കുമ്പോൾ അത് മാറുമല്ലോ, അല്ലാതെ സ്ഥിരമായിട്ട് നമ്മുടെ മുടി അങ്ങനെ ചുരുണ്ടൊന്നും പോകത്തില്ല. ഓക്കെ, അപ്പോൾ മുടി ചെടക്കൊന്നും വരാതെ നീറ്റായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം മുടി മെടഞ്ഞിടുക അല്ലെങ്കിൽ ബ്രൈഡ് ചെയ്തിടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കോംബ് ചെയ്തിട്ട് ബാക്കിൽ ഇങ്ങനെ പുട്ടപ്പ് ചെയ്ത് വെക്കാം, ചുറ്റി കെട്ടിയിട്ട് അങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ സെക്കൻഡ് ഡേയിൽ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഡേയിൽ ഈ നാച്ചുറൽ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയത് കൊണ്ട് തന്നെ സെക്കൻഡ് ഡേ ആയാലും എൻ്റെ മുടി അധികം ഡ്രൈ ആവാറില്ല. അപ്പോൾ അത് കാരണം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ആ ഒരു ദിവസം ചെയ്യാറില്ല. മുടി ഡ്രൈ ആകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെയർ സിറം യൂസ് ചെയ്യാം, നാച്ചുറലായിട്ടുള്ള ഹെയർ സിറം യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാരച്യൂട്ടിൻ്റെ അലോവേര കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു ഓയിലാണ്. അത് നമുക്കൊരു ഹെയർ സിറമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ കുറേ നാൾ യൂസ് ചെയ്തതാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണത്. ഇപ്പോൾ വേണമെന്നുള്ളവർക്ക് അത് മേടിച്ചിട്ട് ഒരു ഹെയർ സിറത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി തേർഡ് ഡേയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കണ്ടീഷനിങ് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അലോവേരയും അതുപോലെ തന്നെ തൈര്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കണ്ടീഷണറാണ് ഞാൻ എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെന്തായാലും ഷാമ്പൂ ഒക്കെ ചെയ്തതാണ്. ഒരു 1-2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും മുടി ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആയി തുടങ്ങും. ആ സമയത്ത് നമുക്ക് നമ്മുടെ മുടി ഒന്ന് കണ്ടീഷൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ അലോവേര, തൈര്, പിന്നെ കുറച്ച് ഓയിൽ, സെയിം നമ്മൾ ഫസ്റ്റ് ഡേ ഉപയോഗിച്ച സെയിം കാച്ചിയ എണ്ണ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിലും മുടിയിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. 30 മിനിറ്റ് വെച്ചിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. അന്നേരം ഷാമ്പൂ ഒന്നും ഉപയോഗിക്കില്ല, വെറുതെ വെള്ളത്തിൽ കഴുകിക്കളയും. ഇതാണ് 3ാമത്തെ ദിവസം ഞാൻ ചെയ്യുന്നത്. അപ്പം മുടിയുടെ ആ ഒരു വരൾച്ചയൊക്കെ മാറിയിട്ട് നന്നായിട്ട് ഹെയർ കൊണ്ട് ഹൈഡ്രേറ്റ് ആയിട്ട് കിട്ടും. 4ാമത്തെ ദിവസം വീണ്ടും ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നില്ല, കാരണം 3ാമത്തെ ദിവസം നമ്മൾ എന്തായാലും ഈ സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് മുടി അടിപൊളിയാക്കി വെച്ചേക്കുവാണ്. 4ാമത്തെ ദിവസം ഹെയർ ഫ്രീ ആയിട്ട് വിടുകയാണ്. സെയിം ഹെയർ കോംബ് ചെയ്തിട്ട് നീറ്റായിട്ട് കെട്ടി വയ്ക്കും. 5ാമത്തെ ദിവസം വീണ്ടും ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. നാച്ചുറൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യും. ഓക്കെ, 6ാമത്തെ ദിവസം ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നില്ല. 7ാമത്തെ ദിവസം വീണ്ടും ഞാൻ ആ ഒരു കണ്ടീഷനിങ് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും.
തൈരും അലോവേരയും ചേർത്തിട്ടുള്ള കണ്ടീഷനിങ് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതാണ് എൻ്റെ ഒരാഴ്ചത്തെ ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളാണ്, അടിപൊളി റിസൾട്ടാണ്. ആർക്കെങ്കിലും ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത്രയും നമുക്കൊരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആരോഗ്യമുള്ള മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പുറമെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ, നമ്മുടെ ഉള്ളിലേക്കും കൂടെ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതായത് ധാരാളം വെള്ളം കുടിക്കണം, ധാരാളം പ്രോട്ടീൻസും വൈറ്റമിൻസും അടങ്ങിയ ഫുഡ് കഴിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്തിട്ടേ ഈ പുറമെയുള്ള കാര്യങ്ങൾ ചെയ്യാവൂ. ഇത് ചെയ്യാതെ മറ്റേത് മാത്രം ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും നമുക്ക് നമ്മുടെ മുടി വളർച്ചയ്ക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ ആരോഗ്യമുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. ഓക്കെ, ഇപ്പം ആരോഗ്യത്തിനായാലും നമ്മുടെ സ്കിന്നിനായാലും നമ്മുടെ ഹെയറിനായാലും നമ്മൾ കഴിക്കേണ്ട ഫുഡിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക, ഈ ഒരു വീഡിയോ വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഓക്കെ, അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.